എന്നാ നമുക്ക് തുടങ്ങാം. ബാൽക്കണിയിലെത്തി ബീൻ ബാഗിൽ ഇരുന്നതും അഞ്ചു ചോദിച്ചു, എടി ഒന്ന് പയ്യെ, അമ്മ എങ്ങനെ കേട്ട പിന്നെ വീട്ടിൽ നിന്ന് ഡിസ്മിസൽ വാങ്ങാം. ജെനി അവളോട് ദേഷ്യപ്പെട്ടു. സോറി ബ്രോ. അഞ്ചു ബാഗിൽ നിന്ന് കുപ്പിയെടുത്ത് മിനി കോഫി ടേബിളിൽ വെച്ചു. അപ്പോഴേക്കും പാച്ച് 4 ഗ്ലാസും എടുത്തു വന്നു. പിന്നീട് അങ്ങോട്ട് അടിയോടടി. ജെനി, അവരെയും കൂട്ടി വാ, ഭക്ഷണം വേണ്ടേ? ജാനി അവളെ വിളിച്ചു. വേണ്ടേച്ചി, ഞങ്ങൾ വരുന്ന വഴി കഴിച്ചു, ജെനി ജാനിയോട് പറഞ്ഞു. വീണ്ടും കുപ്പിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അയ്യോ, എനിക്ക് വിശപ്പുണ്ട്. അഞ്ചു ഇരുന്നിടത്തൊന്നും എണീറ്റു. ഇരിയടി പൂതനെ അവിടെ. ഇക്കോലത്തെ അങ്ങോട്ട് ചെന്ന ഇനി അങ്ങോട്ടൊരു തുള്ളി വെള്ളം പോലും കിട്ടില്ല. അവളെ പിടിച്ചിരുത്തിക്കൊണ്ട് ജെനി പറഞ്ഞു. പാച്ചു എബി പിന്നെ അവർക്ക് വരാൻ പോകുന്ന കാമുകമാരെ കുറിച്ച് സ്വപ്നം കാണുകയാണ്. എന്തൊക്കെയോ പിച്ചുമ്പയും പറയുന്നുമുണ്ട്. എടാ എബി, ജെനി അവനെ വിളിച്ചു. എന്നാടി, നീ വയം കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട് എത്രയായി? നീയും കണക്കാ, നിന്റെ പരട്ടയും കണക്കാ. കയ്യിലിരുന്ന ഗ്ലാസ് വായിലേക്ക് കമിഴ്ത്തിക്കൊണ്ട് ജെനി അവനോട് പറഞ്ഞു. എന്റെ സംഘയെ, ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ അതിന് വീര്യം കൂടും, പിന്നെ നമ്മൾ പൊളിക്കും. എബി അവളെ ആശ്വസിപ്പിച്ചു. 4 പേര് 2 കുപ്പിയും തീർത്തിരുന്നു. വെള്ളമടിച്ച പിന്നെ അവരുടെ ഡോർ സൺഷെയ്ഡാണ്. വീട്ടിലുള്ളവരുടെ കണ്ണിൽപ്പെട്ട് കൈയോടെ പിടിക്കപ്പെടാതിരിക്കാൻ അവർ അതുവഴി ചാടും. അല്ലാത്ത ദിവസം നേരെ പോവും. ഇന്നും അവർ ചാടി, വണ്ടിയെടുത്ത് പോയി. ഇന്നും ടെറസ് ചാടിയല്ലേ? വസു അവരോട് ഉറക്കെ ചോദിച്ചു. പറ്റിപ്പോയി അമ്മേ, അവരും തിരിച്ചു മറുപടി നൽകിപ്പോയി. ജെനിയുടെ റൂം ഡോർ ക്ലോസ് ആയിരുന്നത് കൊണ്ട് അവളെ പിന്നെ ആരും വിളിച്ചില്ല. അവൾ ഉറങ്ങിയിട്ടുണ്ടാവും എന്നവർക്കറിയാം. രാവിലെ 9:30-ക്കാണ് ജെനി കോളേജിൽ പോകാറുള്ളത്. 2 ബൈക്കുകളെ അവർ പോകും. അവളുടെ വണ്ടി അവൾ കോളേജിലേക്ക് കൊണ്ടുപോകാറില്ല. 9:30-ക്ക് കോളേജിൽ പോകേണ്ടത് കൊണ്ട് എഴുന്നേക്കാൻ 8:30-ക്ക് ജെനി അലാറൊക്കെ വെക്കാറുണ്ട്. പക്ഷെ ജാനി തന്നെ അവളെ വിളിച്ചെണീപ്പിക്കണം, ശീലായിപ്പോയി. ജെനി എണീറ്റേ, ഇന്ന് കോളേജ് ഉള്ളതാണ്. ജാനി അവളെ വിളിച്ചുകൊണ്ടിരുന്നു. ഗുഡ് മോർണിംഗ്. ഉറക്കം കഴിഞ്ഞ് എണീറ്റ ജെനി അവളോട് പറഞ്ഞു. ഗുഡ് മോർണിംഗ്, എണീറ്റ്. 8:30 കഴിഞ്ഞു, ചെല്ല് ഫ്രഷ് ആയി വാ. 8:30 കഴിഞ്ഞു, ദൈവമേ. ജെനി പെട്ടെന്ന് വാഷ്റൂമിലേക്ക് ഓടി. പല്ലുതേപ്പും കുളിയും ഒക്കെ കഴിഞ്ഞ് അവൾ കോളേജിലേക്ക് പോകാൻ റെഡിയായി. യെല്ലോ ഷോർട്ട് ടോപ്പും ആംഗിൾ ലെങ്ത് ബ്ലൂ ജീനും അതിലേക്ക് ചേർന്ന ബ്ലൂ ജീനിന്റെ കോട്ടുമായിരുന്നു അവളുടെ വേഷം. മുടിയെല്ലാം വാരി ഉച്ചി കെട്ടി ഒരു ചെറിയ ബ്ലാക്ക് ബൺ ഇട്ടു. കണ്ണെഴുതി ഒരു കയ്യിൽ വാച്ചും കെട്ടി. കാതിൽ ചെറിയൊരു വൈറ്റ് സ്റ്റോണിന്റെ സ്റ്റഡ് ഇട്ടു. വൈറ്റ് സ്നീക്കേഴ്സും ഇട്ട് അവൾ ഒരുങ്ങി. അവളുടെ കാലിലെ നേരിയ സ്വർണ്ണക്കൊലുസ് അവളുടെ കാലിന്റെ ഭംഗി വർദ്ധിപ്പിച്ചു. വേറെ മേക്കപ്പ് ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് കൂളിംഗ് ഗ്ലാസും എടുത്ത് അവൾ ഇറങ്ങി. മോളെ, ഇനി ഒരു സസ്പെൻഷൻ മേടിക്കരുത്. നീ മുടങ്ങാതെ കോളേജിൽ പോകുന്ന കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറയുവാണ്. സ്റ്റെയർ ഇറങ്ങി വരുന്ന അവളോട് മഹി പറഞ്ഞു. അതിലൊരു കളിയാക്കലില്ലേ? ഉണ്ട്. യാതൊരു ഉറപ്പുമില്ല അച്ഛേ. അപ്പനൊരു ഫ്ലൈയിങ് കിസും കൊടുത്ത് അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ദേ പെണ്ണെ, ഇതോടെ നിർത്തിക്കോണം നിന്റെ തല്ലുകൊള്ളിത്തരം. അവളൊരു ലേഡി റൗഡി. അമ്മ അവളോട് കലിപ്പിട്ടു. ഒന്ന് പോവാമേ, കേട്ട് കേട്ട് മടുത്തു. ഫുഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അവൾ പറഞ്ഞു. പിന്നെ ആരും ഒന്നും പറഞ്ഞില്ല. അല്ല, പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. സമയമായപ്പോ അവളുടെ വാലുകൾ 2 ബുള്ളറ്റുകളിലായി എത്തി. എന്നാ പിന്നെ ഞാൻ പോയേച്ചും വരാം, ജയും മകിൽ മതി. അമ്മയോടും അച്ഛനോടും ചേച്ചിയോടും പറഞ്ഞ് അവൾ പാച്ചുവിന്റെ പുറകെ കയറി. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം യുദ്ധഭൂമിയിലേക്ക്, അവരുടെ കോളേജിലേക്ക് എന്നും പറയാം. ഒരാഴ്ചയ്ക്ക് ശേഷം കോളേജ് ഹീറോയിനെ കണ്ട സന്തോഷത്തിലാണ് കുട്ടികൾ. ജെനിയും പിള്ളേരും നേരെ പോയത് ക്യാൻറ്റീനിലേക്കാണ്. ആദ്യം ഒരു ചായ, പിന്നെ പഠിത്തം, അടി. അതാണ് അവരുടെ തിയറി. മാത്തപ്പൻ ചേട്ടോ, 4 ചായേ. ക്യാൻറ്റീനിലേക്ക് കയറിയ പാടെ എപ്പി വിളിച്ചു പറഞ്ഞു. ആഹാ, വന്നല്ലോ. മാത്തപ്പേട്ട അവരോട് പറഞ്ഞു. പിന്നെ വരാതെ എങ്ങോട്ട് പോവാനാണ് എന്റെ അച്ചായോ? ജെനി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരാഴ്ച? അച്ചായം വിശേഷങ്ങൾ ചോദിച്ചു. എന്നാ പറയാനാ അച്ചായോ, ഇതിപ്പോ ശീലായോണ്ട് ബോറടി ഇല്ലാണ്ടങ്ങ് പോയി. അഞ്ചു മറുപടി പറഞ്ഞു. അതവിടെ നിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളില്ലാത്ത ഒരാഴ്ച? പാച്ചു ചോദിച്ചു. അടിയുമില്ല വഴക്കുമില്ല, ആകെ ഒരുമാതിരി ശോകമായിരുന്നു. നിങ്ങൾ ഉണ്ടെങ്കിലല്ലേ പിള്ളേര് ഒരു ഓളം ഉള്ളൂ. മാത്തപ്പ അവരെ നന്നായൊന്ന് പൊക്കി. ഓവേ, ചെല്ലി ചായ എടുക്ക്. ജെനി അച്ചായനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. മത്തായി എന്നാണ് ആളുടെ പേര്. വർഷങ്ങളായി ക്യാൻറ്റീൻ നടത്തുന്നത് മത്തായി ചേട്ടനാണ്. നമ്മുടെ പിള്ളേർക്ക് മാത്രം മാത്തപ്പനാണ്. അച്ചു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അവന്റെ കൂടെ ക്യാബിനിലേക്ക് പോവുകയായിരുന്നു മനു. പെട്ടെന്ന് ആരോ അവനെ ഇടിച്ചു. മനു ദേഷ്യത്തോടെ നോക്കിയപ്പോൾ ജാനിയാണ് കണ്ടത്. സോറി ഡോക്ടർ, ഞാൻ കണ്ടില്ല. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ജാനി പെട്ടെന്ന് അവനോട് പറഞ്ഞു. പക്ഷെ അവൻ അവൾ പറഞ്ഞൊന്നും കേട്ടില്ല. ജാനിയെ കണ്ട സന്തോഷത്തിലായിരുന്നു അവൻ. അവൻ അവളെ തന്നെ നോക്കി നിന്നു. അച്ചു ആണെ കിളി പോയി നിന്നു. ഇതിപ്പോ എന്താ കഥയെന്ന് കണ്ണെടുക്കാതെ മനു ജാനിയെ നോക്കുന്ന കണ്ട് അച്ചുവിന്റെ കാര്യം മനസ്സിലായി. അവൻ പെട്ടെന്ന് മനുവിന്റെ തോളിലൊരു തട്ടു കൊടുത്തു. മനു ഞെട്ടി സ്വബോധം വീണ്ടെടുത്തു. എന്തെങ്കിലും പറ്റിയോ ജാനി? മനു പെട്ടെന്ന് അവളോട് ചോദിച്ചു. ഇപ്പൊ കഞ്ചാവ് അടിച്ച കണക്കിന് നിൽക്കുന്നത് ജാനിയാണ്. അവന്റെ ജാനി എന്ന ഒറ്റ വിളി കൊച്ചിനെ റിലേ പോയി. ഇല്ല, ഒന്നും പറ്റിയില്ല.
നിലത്ത് വീണ അവളുടെ കോട്ടെടുത്തുകൊണ്ട് അവൾ പറഞ്ഞു. അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ നടന്നു നീങ്ങി. മനു അവൾ പോകുന്നത് നോക്കി നിന്നു. അച്ചു എന്നൊരാളുടെ ഓർമ്മ തന്നെ അവനില്ല. എന്താ ഏട്ടത്തിയുടെ പേര്? അച്ചു അവനോട് ചോദിച്ചു. ജാൻവി. അവള് പോകുന്നത് നോക്കി അവൻ പറഞ്ഞു. പെട്ടെന്ന് എന്തോ ഓർത്തപ്പോലെ അവൻ തിരിഞ്ഞു. മാറിൽ കൈപിണച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി നിൽക്കുന്ന അച്ചുവിന് നേരെ അന്തസ്സായി വളിച്ച ചിരി പാസാക്കി. അച്ചു, അനിയ എന്ന് തുടങ്ങിയത്? കുറച്ചായി. എന്നിട്ട് പോസിറ്റീവായിട്ട് വല്ലതും? അവൾക്ക് ഇഷ്ടമൊക്കെ ഉണ്ട്, തുറന്നു പറയുന്നില്ല. അപ്പൊ ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. അതെ. ഡാ. അച്ചു മനുവിനെ നോക്കി ചിരിച്ചു. അവന്റെ കൂടെ മനുവും ചിരിച്ചു. എന്താണ് തീരുമാനം? അച്ചുവിന്റെ ക്യാബിനിലേക്ക് നടക്കും വഴി അച്ചു അവനോട് ചോദിച്ചു. അമ്മയോടും അച്ചോടും പറയാം. അവർക്ക് ഇഷ്ടപ്പെട്ട പെണ്ണ് കാണുന്നു, കെട്ടി കൂടെ കൂട്ടുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടും, ഷുവർ. അച്ചുവിനെ അവന്റെ ക്യാബിനിലേക്ക് ആക്കി കൊടുത്ത് മനു അവന്റെ ഡ്യൂട്ടിയിലേക്ക് നീങ്ങി. നിന്റെ മേഘം വരുന്നുണ്ട്. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് വരുന്ന പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് ജെനി പാച്ചുവിനോട് പറഞ്ഞു. കേട്ടതും പാച്ചു ചായ നെറുകെ കയറി ചുമയ്ക്കാൻ തുടങ്ങി. ഹായ് പാർത്ഥൻ. ലവൾ പാച്ചുവിന്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു. അവൻ മാത്രമല്ല, ഞങ്ങളിവിടെ ഉണ്ട്, അഞ്ചു അവളോട് പറഞ്ഞു. ഓ സോറി. ഹായ് ഗൈസ്. അവർ തിരിച്ചവളെ നോക്കി അത്ര താല്പര്യമില്ലാത്ത ചിരി ചിരിച്ചു. പാർത്ഥൻ എന്താ മിണ്ടാതിരിക്കുന്നേ? അവൾ പാച്ചുവിനെ നോക്കി ചോദിച്ചു. അവൻ മൗനവ്രതമാണ്. അവന്റെ തോളിൽ കൂടെ കൈയിട്ടുകൊണ്ട് എബി പറഞ്ഞു. ജെനിക്ക് പിന്നെ പണ്ടേ അവളെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവളെ നോക്കിയതേയില്ല. അവള് ചായം കുടിച്ച് പാച്ചുവിന്റെ മുഖഭാവം നോക്കിയിരുന്നു. ആണോ? ഞാൻ പാച്ചുവിനോടൊന്ന് സംസാരിക്കാൻ വന്നതാണ്. അവളുടെ മുഖം മങ്ങി. പിന്നെ സംസാരിക്കാലോ. വ്രതം മുറിഞ്ഞിട്ട് മേഘ ഇപ്പൊ ചെല്ലും. എബി അവളോട് പറഞ്ഞപ്പോ മേഘ ഒരു തവണ കൂടെ പാച്ചുവിനെ നോക്കിയിട്ട് അവിടെ നിന്ന് പോയി. ഇപ്പൊ പോയ ഏഷ്യൻ പെയിന്റ്സ് ആണ് മേഘ. അവളുടെ ഉദ്ദേശം സിമ്പിളാണ്. ജെനിയുടെ ഗാങ്ങിൽ ചേരണം, എന്നിട്ട് 4 വഴിക്കാക്കണം. അതിനവള് ലക്ഷ്യം വെച്ചത് പാവം പാച്ചുവിനെയാണ്. അവനെ വിടാതെ പിടിച്ചിട്ടുണ്ട്. അവളുടെ ഉദ്ദേശവും സ്വഭാവവും നന്നായി അറിയാവുന്നത് കൊണ്ട് ജെനിക്കും പിള്ളേർക്ക് അവളെ കാണുന്നതേ കളിയാണ്. ജെനി അവളോട് മിണ്ടാറേയില്ല. മിണ്ടിയ പിന്നെ തലയിലേ അവസാനിക്കൂ എന്നവൾക്കറിയാം. മേഘയ്ക്ക് ജെനിയെ ചെറിയൊരു പേടിയില്ലാതില്ല, പക്ഷെ പുറത്തു കാണിക്കാറില്ല. ഇപ്പൊ പെട്ടത് പാച്ചുവാണ്, പാവം. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം അവർ കോളേജൊക്കെ ചുറ്റിക്കണ്ടു. ഏതോ 1-2 അവർ ക്ലാസ്സിലും കയറും. വല്ലപ്പോഴും മാത്രമേ കയറും, തെറ്റിദ്ധരിക്കരുത്. കോളേജ് കഴിഞ്ഞ ഉടനെ വീട്ടിൽ പോയി ശീലമില്ലാത്തതുകൊണ്ട് കോളേജിൽ തന്നെ ഇരുന്ന് കുറെ കഴിഞ്ഞിട്ടാണ് പോവാറ്. കോളേജിന്റെ പുറത്തുള്ള കൂൾ ബാറിൽ കയറി ഓരോ ഫലൂദയും തട്ടി അവര് വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. സീതേ, മനുവിനെ ഇങ്ങനെ വിട്ടാ പോരല്ലോ, കല്യാണമൊക്കെ കഴിപ്പിക്കണ്ടേ? രാത്രി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചന്ദ്രൻ ഭാര്യയോട് ചോദിച്ചു. മനു ഒന്ന് ചുമച്ചതാണ്. പ്രതീക്ഷിക്കാതെയുള്ള അച്ഛന്റെ ആക്രമണം ആയതുകൊണ്ട് ഭക്ഷണം തരിപ്പിൽ പോയി. ആക്രാന്തം കാണിക്കാതെ ഏട്ടാ. അച്ഛൻ ചിരിച്ചുകൊണ്ട് അവന്റെ കയ്യിലേക്ക് വെള്ളം കൊടുത്തു. പതിയെ കഴിക്കടാ, ആരും കൊണ്ടുപോവില്ല. കിട്ടിയ അവസരത്തിൽ ചന്ദ്രനും അവനോട് പറഞ്ഞു. അവനെ വിട് ചന്ദ്രേട്ട, ഇത് പറ, ആരെങ്കിലും കണ്ടുവച്ചിട്ടാണോ ഈ പറഞ്ഞ്? സീത സംശയത്തോടെ അയാളോട് ചോദിച്ചു. നമ്മുടെ മഹേന്ദ്രൻ ഡോക്ടറുടെ മോളില്ലേ, ആ കുട്ടീനെ ഇവന് വേണ്ടി ആലോചിച്ചാലോ? ചന്ദ്രൻ പറഞ്ഞു. വീണ്ടും മനു. മിക്കവാറും ഇവൻ തരപ്പി പോയി ചാവും. എണ്ണിച്ചു പോടാ. സീത അവനോട് കലിപ്പിട്ടു. അച്ചുവാണ് ചിരി പൊട്ടിയിരിക്കുന്നു. ജാൻവി മോളല്ലേ, എനിക്കിഷ്ടമാണ് അവളെ, നല്ലൊരു മോളാണ്. പക്ഷേ. എന്ത് പക്ഷേ? ചന്ദ്രൻ സീതയോട് ചോദിച്ചു. അമ്മ ഇനി എന്ത് പറഞ്ഞാണ് മുടക്കുന്നതെന്ന് ആകാംക്ഷയോടെ അച്ചുവും മനു സീതയെ ഒന്ന് നോക്കി. ഈ പൊട്ടൻ അത്രയും നല്ലൊരു കൊച്ചിനെ അവർ തരുമോ? സീത ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മേ! മനു പെട്ടെന്ന് സീതയെ വിളിച്ചു. എന്താടാ? ഒന്നുമില്ല. മനു അച്ചുവിനെ ഒന്ന് നോക്കി. അവൻ ചിരി നിർത്താൻ പേടാപ്പാട് പെടുന്നു. അവനെ ഒന്ന് നോക്കി ചിറഞ്ഞുകൊണ്ട് മനു എണീറ്റ് പോയി. ഈ ചെക്കനിത് എന്ത് പറ്റി? അവൻ പോയ വഴിയെ നോക്കി ചന്ദ്രൻ ചോദിച്ചു. അമ്മേ, അച്ഛേ, നിങ്ങളിപ്പോ പറഞ്ഞ ഈ ജാൻവി ഡോക്ടർ ഉണ്ടല്ലോ, ഏട്ടന്റെ മനസ്സിൽ കയറി കൂട്ടിയിട്ട് കുറച്ചായി. ഏട്ടൻ നിങ്ങളോട് പറയാനിരുന്നപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുത്തത്. അച്ഛൻ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. ആഹാ, ഇങ്ങനെയൊക്കെ ഉണ്ടോ? എന്നാ അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് പോയിക്കളെ. എന്താ സീതേ? അയാൾ ഭാര്യയോട് ചോദിച്ചു. ആ, പോവാ. മനുവിന്റെ മനസ്സ് സണ്ണി ചേച്ചിയുടെ ഡിയോ ഡിയോ കളിക്കുവാണ്. അവന് സന്തോഷം കൊണ്ട് നിൽക്കാനും ഇരിക്കാനും വരും. അവൻ തുള്ളിച്ചാടുന്നത് കണ്ടുകൊണ്ടാണ് അച്ഛൻ മുറിയിലേക്ക് വന്നത്. എന്റെ ഏട്ടന് പേ പിടിച്ചേ, അയ്യോ! അച്ഛൻ നെഞ്ചത്തടിച്ച് കരഞ്ഞു. ഓടാ. അവനെ നോക്കി ദേഷ്യപ്പെട്ടു മനു ബെഡിലേക്ക് ഇരുന്നു. ചിരിച്ചുകൊണ്ട് അച്ചു അവന്റെ അടുത്ത് ചെന്നിരുന്നു. സന്തോഷായില്ലേ? അമ്മയും അച്ഛനും തന്നെ ഏട്ടത്തെ കണ്ടുപിടിച്ചില്ലേ? അവനെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് അച്ചു ചോദിച്ചു. മനു പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. അയ്യടാ, ഒരു കള്ള കാമുകൻ. മനുവിനെ ഇക്കിളിട്ടുകൊണ്ട് അച്ചു കളിയാക്കി. അച്ചു വേണ്ട. അവന്റെ കൈ വിടുവിച്ചുകൊണ്ട് മനു പറഞ്ഞു. എന്നാ ഏട്ടത്തെ സ്വപ്നം കണ്ട് കിടന്നു. ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അച്ചു അവന്റെ മുറിയിലേക്ക് പോയി. വാഴ വെട്ടിയിട്ടതുപോലെ കട്ടിലേക്ക് ഒരു വീഴ്ചയായിരുന്നു. പാവം കട്ടിൽ കാലൊടിഞ്ഞോ ആവോ. മനു അവന്റെ ജാനിയെ ആലോചിച്ചുകൊണ്ട് നിദ്രയെ പുൽകി. എന്താ ചേച്ചി ആലോചിക്കുന്നേ? ബെഡിലിരുന്ന് എന്തോ ആലോചിക്കുന്ന ജാനിയുടെ അടുത്തിരുന്നു കൊണ്ട് ജെനി ചോദിച്ചു.
ജാനി അവൾ വന്നതൊന്നും അറിയാതെ ചിന്താവിഷ്ടായ ശ്യാമളയായി ഇരിക്കുകയാണ്. ചേച്ചി. മറുപടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജെനി അവളെ കുലുക്കി വിളിച്ചു. എന്താ? വായും തുറന്നുകൊണ്ട് ജാനി ചോദിച്ചു. ചേച്ചി എന്താലോചിച്ചുകൊണ്ടിരിക്കുക? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. ചേച്ചി കേട്ടില്ലടാ. ജാനി അവളെ നോക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് മാത്രം എന്താണ് ഇത്ര ആലോചിക്കാൻ? ഒന്നുമില്ലടാ, ഹോസ്പിറ്റലിലെ ഓരോന്ന് ആലോചിച്ചതാണ്. ജെനി അവളെ അടിമുടിയൊന്ന് നോക്കിക്കൊണ്ട് ഒന്ന് അമർത്തി മൂളി. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം പോരാ. ആയിക്കോട്ടെ, നിന്റെ ആലോചന നടക്കട്ടെ. അപ്പൊ ഗുഡ് നൈറ്റ്. ജാനിയുടെ കവളി ഉമ്മ വെച്ചുകൊണ്ട് ജെനി പറഞ്ഞു. ജാനി പുഞ്ചിരിച്ചുകൊണ്ട് അവൾക്ക് ഉമ്മ കൊടുത്തു. ഉമ്മ കിട്ടിയ സന്തോഷത്തിൽ ജെനി ചാടിത്തുള്ളി മുറിയിലേക്ക് പോയി. സംഭവം ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞാണ് ജെനി മുറിയിലേക്ക് വന്നത്. പക്ഷെ ഉറക്കം മാത്രം വന്നില്ല. പാവം. കുറെ നേരം അവൾ തിരിഞ്ഞും മറിഞ്ഞും എല്ലാം കിടന്നു. നോ രക്ഷ. ഉറക്കം പോയിട്ട് ഉറക്കത്തിന്റെ ഊ പോലും വരുന്നില്ല. കഷ്ടം തന്നെ മുതലാളിയേ. ജെനി എണീറ്റ് ബെഡ് ലാമ്പ് ഓൺ ചെയ്തു. ബെഡിൽ നിന്ന് എണീറ്റ് അവളുടെ ഗിറ്റാർ എടുത്ത് സ്വിങ്ങിലിരുന്നു. അവൾ പതിയെ ഗിറ്റാർ വായിച്ചു തുടങ്ങി. പാട്ടൊന്നും പാടിയില്ലെങ്കിലും അവളുടെ ഗിറ്റാർ വായന പോലും മതിമറന്ന് ആസ്വദിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ജെനി വീണ്ടും വീണ്ടും ഗിറ്റാർ വായിച്ചുകൊണ്ടിരുന്നു. വായിക്കുന്നതിനിടയിൽ അവളുടെ മനസ്സിലേക്ക് രണ്ട് മുഖങ്ങൾ കടന്നു വന്നു. ജെനി പെട്ടെന്ന് തന്നെ ഗിറ്റാർ മാറ്റിവെച്ച് കണ്ണുകൾ ഇറുക്കി അടച്ച് കൈകൾ കൊണ്ട് തല താങ്ങിയിരുന്ന് പതിയെ ആടി. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അവൾ കണ്ണുകൾ തുറന്നപ്പോൾ അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അത്രയും നേരം അവളുടെ മുഖത്തുണ്ടായ ചിരി മാഞ്ഞിരുന്നു. പകരം മറ്റൊരു ഭാവം, പകയും ദേഷ്യവും കൂടി കലർന്ന ഭാവം. ജെനി പെട്ടെന്ന് തന്നെ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് എണീറ്റു. ഗിറ്റാർ വെച്ചെടുത്ത് തന്നെ വെച്ച് ബെഡിൽ ചെന്നിരുന്നു. കൈ എത്തിച്ച് ഫോൺ എടുത്തു. ഫോണിലെ ലോക്ക് മാറ്റി സേഫ് ആക്കി വെച്ചിരിക്കുന്ന ഒരു ഫോൾഡർ എടുത്തു. അവളുടെ മനസ്സിൽ തെളിഞ്ഞു നിന്ന മുഖങ്ങൾക്ക് പുറമെ മറ്റൊരു മുഖം അവളുടെ ഫോണിൽ തെളിഞ്ഞു വന്നു. രണ്ടുപേരുടെ ഫോട്ടോയിലേക്ക് നോക്കുന്തോറും അവളുടെ കണ്ണുകളിൽ സങ്കടവും വേദനയും നിറഞ്ഞു വന്നു. അടുത്ത ഫോട്ടോയിലേക്ക് നോക്കുന്തോറും അവളുടെ മുഖത്തെ വേദന മാറി മുഖം ദേഷ്യം കൊണ്ടും പക കൊണ്ടും വലിഞ്ഞു മുറുകിയിരുന്നു. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്. അധികം നാൾ നിനക്ക് ആയുസില്ല. ആ ഫോട്ടോ സൂം ചെയ്തും സൂം ഔട്ട് ചെയ്തും കൊണ്ട് വല്ലാത്തൊരു ഭാവത്തോടെ ജെനി അതിലേക്ക് നോക്കിക്കിടന്നു. ഫോൺ വെച്ച് ബെഡ് ലാമ്പ് ഓഫ് ചെയ്ത് ജെനി കണ്ണടച്ച് കിടന്നു. എപ്പോഴും അവൾ നിദ്രയെ പുൽക്കി. അമ്മാ. ജെനി രാവിലെ തന്നെ അലറി വിളിക്കുവാണ്. രാവിലെ തന്നെ ചോദിച്ചു മേടിക്കാനുള്ള പരിപാടിയാണ്. എന്താടി, എന്റെ ചെവി പൊട്ടിയിട്ടൊന്നുമില്ല. വാസു അവളോട് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അമ്മ റെഡിയാകുമായിരുന്നോ? വിളിച്ചുകൊണ്ട് അവള് ചോദിച്ചു. അല്ലടി, നിന്റെ അച്ഛനെ കെട്ടിക്കുമായിരുന്നു. അതേതായാലും നന്നായി. അച്ഛൻ നല്ല ഒന്നിനെ കെട്ടിയിട്ട് വേണം അമ്മയെ ഓവലക്സ് കൊടുക്കാൻ. അമ്മയെ ഒന്ന് നോക്കി പുച്ഛിച്ചുകൊണ്ട് ജെനിയും പറഞ്ഞു. അല്ലെങ്കിലും തോറ്റ ശീലയില്ലല്ലോ. ഇപ്പൊ പ്ലിങ്ങിയത് അമ്മയാണ്. എന്തിനാടി കാറി കൂവിയത്? പ്ലിങ്ങിയത് മറിച്ചു വെച്ചുകൊണ്ട് വാസു ജെനിയോട് ചോദിച്ചു. ഞാൻ ഇറങ്ങുവാണെന്ന് പറയാം. വീണ്ടും ഒരു ഉളുപ്പില്ലാതെ ഇളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇതൊക്കെ എന്ത്? അത് പയ്യെ പറഞ്ഞാലും കേൾക്കുമായിരുന്നല്ലോ. നാളെ പയ്യെ പറയാം. ഇന്നിപ്പോ ഉറക്കെ പറഞ്ഞില്ലേ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. സൈഡ് പ്ലീസ്. അമ്മയുടെ സൈഡിലൂടെ നടന്നുകൊണ്ട് അവൾ പറഞ്ഞു. അല്ല പെണ്ണെ, പാച്ചു എബിയോ അഞ്ചു ഒന്നും വന്നില്ലല്ലോ. ഇന്ന് എന്റെ വണ്ടിയില്ല. അവരെ അവിടെ പോയി പിക്ക് ചെയ്യും. സൂക്ഷിച്ചു പോണേ. അമ്മ. ചേച്ചിയോടും അച്ഛയോടും പറഞ്ഞേക്കെ. വാസുവിന്റെ കവളെ പിടിച്ച് വലിച്ചുകൊണ്ട് ജെനി പറഞ്ഞു. വാസു അവളെ ചേർത്ത് പിടിച്ച് നെറുകയെ ചുംബിച്ചു. ജെനി അവളുടെ റാംഗ്ലറിൽ കോളേജിലേക്ക് പുറപ്പെട്ടു. എബിയെ അഞ്ജുവിനെ പാച്ചുവിനെയും പിക്ക് ചെയ്ത് വണ്ടി കോളേജിനെ ലക്ഷ്യമാക്കി നീങ്ങി. എടി, എനിക്കിപ്പോ ഐസ്ക്രീം വേണം. കുറച്ച് മുന്നോട്ട് പോയതും അഞ്ജു പറഞ്ഞു. ജെനി വണ്ടി നിർത്തി അവളെ ഒന്ന് നോക്കി. രാവിലെയോ? അവളെ തന്നെ നോക്കിക്കൊണ്ട് ജെനി ചോദിച്ചു. അതെന്താ രാവിലെ ഐസ്ക്രീം തിന്ന വയറ്റിലേക്ക് എത്തില്ലേ? അവളെ പുച്ഛിച്ചുകൊണ്ട് അഞ്ജു ചോദിച്ചു. നിന്റെ അപ്പനെ വാഴ തന്നെ മതിയായിരുന്നു. ജെനി എബിയെ നോക്കി കൈമലർത്തി. പറ്റിപ്പോയി എന്ന പോലെ എബിയെ അവളെ നോക്കി കൈമലർത്തി. എനിക്ക് വാങ്ങി തരുന്നുണ്ടോ? അഞ്ജു വീണ്ടും ചോദിച്ചു. ഇല്ല, പാച്ചു അവളോട് പറഞ്ഞു. അതെന്താ എനിക്ക് വാങ്ങി തന്നാലേ? അഞ്ജു നാഗവല്ലി കളിക്കാൻ തുടങ്ങി. സൗകര്യമില്ല, അത്ര തന്നെ ജെനി അവളോട് പറഞ്ഞു. പാവ അഞ്ജു കാറ്റഴിച്ച ബലൂൺ പോലെയായി. കോളേജിലും പോണം, ഐസ്ക്രീമും ഇല്ല. എന്തൊരു കഷ്ടമാണ്. അഞ്ജു കള്ളക്കരച്ചിൽ അഭിനയിച്ചുകൊണ്ട് മൂക്ക് പിഴിയുന്നത് പോലെ കാണിച്ച് ജെനിയുടെ ഷർട്ടിൽ തുടച്ചു. ഈ ശവത്തിനെ ഇന്ന് ഞാൻ. ജെനി അവളെ തല്ലാൻ കൈയോങ്ങി. പെട്ടെന്ന് വണ്ടിയുടെ പുറകിൽ എന്തോ വന്നിടിച്ചു. ജെനിയും പിള്ളേരും ഒന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കി. വാ, ബ്യൂട്ടിഫുൾ. ജെനിയുടെ മുഖം ഇപ്പൊ ചോര തൊട്ടെടുക്കാം. അത്രയ്ക്ക് ചുവന്നിട്ടുണ്ട്. വണ്ടിയുടെ പുറകിലെ ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു സമാധാനം, ഇടിച്ച കാറിന്റെ മുന്നിൽ ചെറിയ തോതിൽ പരിക്കുള്ളതാണ്. പൊട്ടക്കണ ഭ്രാന്ത, തനിക്ക് കണ്ണു കാണില്ലേടോ? ജെനി കാറിന്റെ ഗ്ലാസ്സിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു. അവളുടെ അലറൽ കേട്ടുകൊണ്ടാണോ അതോ ഗ്ലാസ്സിൽ തട്ടിയ ശബ്ദം കേട്ടുകൊണ്ടാണോ അറിയില്ല. കാറിൽ നിന്ന് ആളിറങ്ങി അവളെ നോക്കി. അവളെ കണ്ട അവനും അവനെ കണ്ട അവളും ഒന്ന് ഞെട്ടിയില്ലേ? ഞെട്ടി. നീയോ?